സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന വീഡിയോ 12012 AC ട്രാൻസ്ഫോമർ എങ്ങനെ DC സപ്ലൈ ആക്കി മാറ്റാം എന്നുള്ളതാണ്. ഇതൊരു 12012 12 വോൾട്ട് 2 ആംപിയർ ട്രാൻസ്ഫോമറാണ്. ഈ ട്രാൻസ്ഫോമറിനെ DC സപ്ലൈ ആക്കാൻ വേണ്ടി 3 ആംപിയർ സപ്പോർട്ട് ചെയ്യുന്ന 2 ഡയോഡും 35 വോൾട്ട് 4700 UF സപ്പോർട്ട് ചെയ്യുന്ന ഒരു കപ്പാസിറ്ററും ആവശ്യമാണ്. ട്രാൻസ്ഫോമറിൻ്റെ സെൻറ്ററിൽ കാണുന്ന വയറാണ് 0, ബാക്കി 2 സൈഡിൽ കാണുന്നത് 12 വോൾട്ടാണ്. ഇതെങ്ങനെ കണക്ട് ചെയ്യാമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഡയോഡിൻ്റെ നെഗറ്റീവ് വശത്ത് നമുക്ക് ഈസിയായിട്ട് തിരിച്ചറിയാൻ കഴിയും. അതിനകത്ത് 2 സൈഡിലും റൗണ്ട് വളയം ഉണ്ടാകും. ആ റൗണ്ട് വളയവും തമ്മിലുള്ള വശം തമ്മിൽ സോൾഡർ ചെയ്യുക. ഇനി നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് 35 വോൾട്ട് കപ്പാസിറ്ററാണ്. കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് വശം ഡയോഡിൻ്റെ നെഗറ്റീവ് തമ്മിൽ നമ്മൾ യോജിപ്പിച്ചായിരുന്നു. അതിൻ്റെ സെൻറ്റർ ടാപ്പിലേക്ക് കണക്ട് ചെയ്യുക. ട്രാൻസ്ഫോമറിൻ്റെ 12 വോൾട്ടിൻ്റെ 2 സപ്ലൈകൾ ചെല്ലുന്ന ഡയോഡിൻ്റെ പോസിറ്റീവിലേക്കാണ്. പോസിറ്റീവുകളെ നമ്മൾ ഈസിയായിട്ട് തിരിച്ചറിയാൻ കഴിയും. കാരണം ഡയോഡിൻ്റെ പോസിറ്റീവിൽ റൗണ്ട് വളയം ഉണ്ടായിരിക്കില്ല. റൗണ്ട് വളയമുള്ള നെഗറ്റീവാണ്. അപ്പോൾ പോസിറ്റീവിലേക്കാണ് ഈ 12 വോൾട്ടിൻ്റെ 2 സപ്ലൈകൾ ചെല്ലുന്നത്. ഇനി നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് 35 വോൾട്ട് കപ്പാസിറ്ററാണ്. 35 വോൾട്ട് കപ്പാസിറ്റർ നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ 0 ഉണ്ട്. സെൻറ്റർ ട്രാപ്പായ 0യിലേക്കാണ് ഇതിൻ്റെ കപ്പാസിറ്റർ നെഗറ്റീവ് വശം കണക്ട് ചെയ്യണത്.
ഇതൊരു 12 വോൾട്ടിൻ്റെ DC ബൾബാണ്. ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. പന്ത്രണ്ട് വോൾട്ട് AC ട്രാൻസ്ഫോമർ എങ്ങനെ DC ആക്കാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.